വെൽക്കം ടു അൽസീഫ് ദുബായ്. നമ്മളിപ്പോൾ ഉള്ളത് മ്യൂസിയം ഓഫ് ഇല്യൂഷൻ്റെ ഫ്രണ്ടിലാണ്. അപ്പം നമ്മളിന്ന് മ്യൂസിയം ഓഫ് ഇല്യൂഷൻ കാണാമെന്നാണ്. ഇവിടുത്തെ മനോഹരമായ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതാണ്. ലെറ്റ്സ് ഗോ. ഇതാണ് നമ്മുടെ മ്യൂസിയം ഓഫ് ഇല്യൂഷൻ. ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കണം കേട്ടോ. 95 ദിറംസ് ആണ് വലിയ ആൾക്കാർക്ക്. കുട്ടികൾക്ക് കുറച്ചും കൂടി ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ടിക്കറ്റും കാര്യങ്ങളൊക്കെ എല്ലാം എടുത്ത് അകത്ത് കയറാനായിട്ട് ഇങ്ങനെ സെറ്റായിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം നമ്മളിവിടെ നേരത്തെ പോയിട്ടില്ല കേട്ടോ. പിന്നെ ഇവിടെ കുറേ സാധനങ്ങൾ നമുക്കിപ്പം പർച്ചേസൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനുള്ളിൽ കയറുമ്പോൾ കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മിനിയേച്ചർ ഫോംസ് ഒക്കെ മേടിക്കാൻ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇത് കണ്ടോ, നമ്മുടെ കൈ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിങ്ങനെ മാറും. മ്യൂസിയത്തിനുള്ളിൽ ഫോളോ ചെയ്യേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവർ പ്രത്യേകം പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻ ഉള്ളവർക്കൊന്നും ചിലതിനുള്ളിൽ കയറാൻ പറ്റില്ല. അപ്പോൾ അതവർ പ്രോപ്പറായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് ഇല്യൂഷൻ ആണല്ലോ മെയിൻലി ഉള്ളത്. അപ്പോൾ ആ ഒരു ഇല്യൂഷൻ കറക്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനും ഒരു പ്രത്യേകം സ്പോട്ടുകളൊക്കെ വരച്ചിട്ടിട്ടുണ്ട്. അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു കറക്റ്റ് ഇല്യൂഷൻ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇതാണ് ഡാൻസിങ് റിങ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലായോ? ഇതിൻ്റെ 3 വീലിൻ്റെയും ഒരു സൈഡ് മാത്രമേ അറ്റാച്ച്ഡ് ആയിട്ടുള്ളൂ. പക്ഷേ ഇത് 3ഉം വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നതെന്നല്ല നമുക്ക് തോന്നുന്നത് കാണുമ്പോൾ. പക്ഷേ ഇതിൻ്റെ 3 റിങ്സിൻ്റെയും ഒരു ചെറിയ സൈഡ് മാത്രമേ അറ്റാച്ച്ഡ് ആയിട്ടുള്ളൂ. ഇതാണ് കളർ റൂം. കളർ റൂമിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് ഫിസിക്സ് അറിയാവുന്നവർക്ക് മനസ്സിലാവുന്ന ഒരു ഇല്യൂഷനാണ്. പ്രൈമറി കളേഴ്സ് 3ഉം കൂടി മിക്സ് ആയി വൈറ്റ് ആയിട്ടാണ് ഇത് കാണുന്നതെന്നാണ് പറയുന്നത്. എനിക്ക് പക്ഷെ ഒന്നും കാണാൻ പറ്റില്ല. ഐ തിങ്ക് ഐ ഹാവ് സ്പെഷ്യൽ പവർ. നമ്മുടെ അടുത്ത ഇല്യൂഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഇത് കണ്ടോ? ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ ചിലപ്പോൾ ഇതൊരു വഴിയായിട്ട് അങ്ങ് അകത്തേക്ക് പോകുന്നൊരു വഴിയായിട്ടായിരിക്കും ചിലർക്ക് തോന്നുന്നത്. ചിലർക്ക് ചിലപ്പോൾ ഒരു പെയിൻറ്റിങ് ആയിട്ടായിരിക്കും തോന്നുന്നത്. പക്ഷേ ഇത് കുറച്ച് നേരം നമ്മൾ നോക്കിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലേക്കുള്ളത് പോലെ തോന്നും. പക്ഷേ ഇത് കണ്ടോ, ഇതിൻ്റെ പ്രൊജക്ഷൻ ഇങ്ങോട്ടാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇല്യൂഷൻ. കുറച്ച് നേരം നമ്മൾ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ഇത് ഉള്ളിലോട്ട് പോകുന്ന ഒരു വഴിയായിട്ട് നമുക്ക് തോന്നും. ചിലർക്ക് പെട്ടെന്ന് തോന്നും, ചിലർക്ക് കുറച്ച് സമയം എടുത്തേ തോന്നുള്ളൂ. എനിക്ക് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത്ര പെട്ടെന്ന് ഞാൻ ക്ഷീണിച്ചോ എന്നുള്ളത്. പക്ഷേ ഇത് അടുത്ത ഇല്യൂഷനാണ് ഗൈസ്. കണ്ടോ, ഈ ഒരു ചെയർ ശരിക്കും അവിടെ ഇല്ല. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കറക്റ്റ് ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അതൊരു ചെയറായിട്ട് തോന്നുകയാണ്. അത് കറക്റ്റ് കാണിച്ചു തരാം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1 2 3 4 5 5 പാർട്ടായിട്ടാണുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഇല്യൂഷൻ. ഇത് അത്യാവശ്യം നല്ലതായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, എൻ്റെ തല വെട്ടി ഇതിന് മുകളിൽ വെച്ചിരിക്കുന്ന പോലെ ഇല്ലേ? അപ്പോൾ ഇത് കറക്റ്റ് നമുക്കത് മനസ്സിലാവണമെന്നുണ്ടെങ്കിലും ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിലും കറക്റ്റ് ഇവരോട് പറയുന്നുണ്ട് അവിടെ ആ ഒരു കറക്റ്റ് ഫുട് പ്രിൻറ്റിൻ്റെ ആ പോയിന്റിൽ തന്നെ നിൽക്കണം എന്നുള്ളത്. ക്യാമറ കൊണ്ട് ഫോട്ടോ എടുക്കാൻ ഒരു പ്രത്യേകം സ്പോട്ട് ഉണ്ട്, എന്നാലാണ് അത് കറക്റ്റ് ക്ലിയർ ആവുന്നത്. ഭയങ്കര നല്ല രസമായിരുന്നു. ഇതാണ് സിമെട്രി റൂം. നമുക്ക് നമ്മുടെ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ അത് സെയിം നമ്മുടെ ട്വിന്നെ പോലെ ഒരാളെ കിട്ടും, അത് കാണാൻ പറ്റും. അതാണ് സിമെട്രി റൂം എന്ന് പറയുന്നത്. അടുത്ത് വന്നിട്ട് ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. പക്ഷേ ഇത് സംഭവം എന്താ വെച്ചാൽ നമ്മൾ ഒരു കോണിയിൽ നിന്ന് ചവിട്ടി നമ്മൾ അടുത്ത മുകളിലേക്കുള്ള കോണിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് സംഭവം. പിന്നെ ഇങ്ങനെ കുറേ വീൽസും ഇതൊക്കെ നമുക്ക് ഇങ്ങനെ കറക്കാൻ പറ്റും. ഇതൊക്കെ ഓൾറെഡി ഇങ്ങനെ കറക്കാൻ പറ്റുന്നതാണ്. ഇത് നമുക്കിങ്ങനെ മാനുവലി കറക്കാൻ പറ്റുന്നത്, ഓട്ടോമാറ്റിക് ഒന്നുമല്ല. അങ്ങനെ കുറച്ച് സംഭവങ്ങൾ അവിടെ ഉണ്ട്. ഇത് കുറച്ച് നേരം നമ്മളിങ്ങനെ നോക്കിക്കൊണ്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു ഹിപ്നോട്ടൈസ് ആവുന്ന പോലൊക്കെ നമുക്ക് തോന്നും, തലയൊക്കെ കറങ്ങുന്ന പോലെ തോന്നും. അപ്പം ഇതാണ് ഇതിൻ്റെ ഇല്യൂഷൻ. ഇത് കണ്ടോ, അമ്മേ. ഇതൊക്കെ ഗെയിംസാണ് കേട്ടോ. ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് ചെയ്യേണ്ടതാണ്. എനിക്ക് ആ സമയത്ത് ബുദ്ധിയൊന്നും ഉപയോഗിക്കാനുള്ളൊരു മാനസികാവസ്ഥയൊന്നും ഇല്ലായിരുന്നു. എനിക്ക് ഫുള്ളെല്ലാം കണ്ട് നടക്കാനുള്ളൊരു മൂഡായതുകൊണ്ട് ഞാൻ ഗെയിമൊന്നും കളിക്കാൻ പോയില്ല. പിന്നെ അതുപോലെ തന്നെ കുറേ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന കുറേ ടാസ്കുകളുണ്ട്. പിന്നെ ഇങ്ങനത്തെ കുറേ ഇല്യൂഷൻ. ഇത് ആരാണെന്ന് മനസ്സിലായോ?
അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ഒന്നുകൂടി കാണിക്കാം കേട്ടോ. പിന്നെ ഇങ്ങനെ പ്രിസം ഒക്കെ ഉണ്ട്, നമ്മുടെ ഫേസ് കുറേ മൾട്ടിപ്പിൾ ഇതായിട്ട് കാണാൻ പറ്റുന്നത്. പിന്നെ നമുക്കിവിടെ നിന്ന് വീഡിയോ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ തന്നെ അതായത് നമുക്ക് ഇവിടെ നിന്ന് ഡാൻസ് കളിച്ച് കഴിഞ്ഞാൽ ഇപ്പം എനിക്കെന്താ ഗ്രൂപ്പ് ഡാൻസ് കളിക്കാൻ ഒരാളുടെ ആവശ്യമില്ല, ഒരു തെണ്ടികളുടെ സഹായം ആവശ്യമില്ല എന്നൊക്കെ പറയില്ലേ, എന്ന് പറയുന്ന പോലത്തെ ഒരു സെറ്റപ്പാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ശരിക്കും ഡാൻസ് കളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ പേര് നിന്ന് ഡാൻസ് കളിക്കണ പോലെ തോന്നും. ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഗെയിമൊക്കെ 1 hour എടുത്ത് നമുക്ക് കളിക്കേണ്ടതാണ്. അവർ കംപ്ലീറ്റ് ഇൻസ്ട്രക്ഷനൊക്കെ തരും, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് ക്ലിയർ ആയിട്ട് അവർ പറഞ്ഞു തരും. അത്രയും ടൈമൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ 2 പേർക്ക് ഇരുന്നിട്ട് അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റുന്ന ഗെയിംസ് ഒക്കെയാണ് കേട്ടോ. ഉള്ള കുറേ ഫ്രെയിംസ് ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അടുത്ത ഇത് വന്നിട്ട് ഇത് ഒരു സ്ലോപ്പ് ഉണ്ട്. നമുക്ക് ശരിക്കും ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ തല ഇറങ്ങും. അത് ശരിക്കും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുള്ളൂ. പ്രത്യേകിച്ച് കണ്ടു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. പിന്നെ ഇങ്ങനെ കുറേ ഫ്രെയിംസ് ഉണ്ട്, കുറേ പാറ്റേൺസ് ഒക്കെ വന്നിട്ട് ശരിക്കും അതിലെന്താണ് ഭയങ്കര ഇലൂഷൻ എന്നൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായി. എനിക്കൊന്ന് കുറേ നേരം നോക്കിക്കൊണ്ടൊക്കെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മൂവ് ചെയ്യുന്ന പോലെ തോന്നുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതാണ് എൻ്റെ ഒരു അസംഷൻ. ഈ സംഭവങ്ങൾ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് കമൻറ്റ് ചെയ്യൂ. ഭയങ്കര സാധനമാണ്. ഇതെന്താണ്? ഇതുണ്ടോ അയ്യാ തലകർക്കുന്നേ ഈ പോലത്തെ സാധനമാണ്. പക്ഷെ കണ്ടോ, ഇതൊരു ഡിസ്റ്റൻസിൽ നിന്ന് കാണുമ്പോൾ ഇതൊരു ഫ്രെയിം ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ അടുത്ത് വന്നു കഴിയുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഉള്ളിലോട്ട് കാണാൻ പറ്റുന്നത്. ഇതൊരു വെറൈറ്റി സാധനമാണ്. നമ്മളുടെ അലറലും ഉണ്ട്, നിർത്തിയെന്ന് തോന്നുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു വീഡിയോ കാണിച്ചു തരാമെന്ന് പറഞ്ഞത്. ഇതാരാണെന്ന് മനസ്സിലായവർ കമൻറ്റ് ചെയ്യൂ. ഇത് നമുക്ക് ഗ്രൂപ്പായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ് കേട്ടോ. അതായത് ആ ഒരു റെഡ് കളറിലെ പിങ്ക് കളറിലെ ഡോട്ടുള്ള ആ ഒരു പലക നമ്മൾ പുറത്തെടുക്കണം. ഈ ഓരോന്നും മാറ്റി നമുക്കിത് എടുത്തു പൊക്കാൻ പറ്റത്തില്ല, ജസ്റ്റ് മൂവ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഇവർ വളരെ സാഹസികമായി കുറേ ശ്രമിച്ചു. അപ്പോൾ ആ ഒരു ചാലഞ്ച് യുവർ സെൽഫ് എന്ന് പറഞ്ഞിട്ട് അവിടെ എത്ര ടൈമിനുള്ളിൽ ഇത് ക്ലിയർ ചെയ്തു എന്നുള്ളത് നമുക്ക് അവിടെ ബോർഡിൽ നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. പിന്നെ അതിൻ്റെ റൈറ്റ് സൈഡിൽ ഇതെങ്ങനെയാണ് ശരിക്കും കളിക്കുന്നതെന്നുള്ളത് നമുക്ക് സ്കാൻ ചെയ്തിട്ട് നമുക്കൊരു വീഡിയോ ഇട്ട് അങ്ങനെ നമുക്ക് നോക്കാം. ഇത് കണ്ടോ, കുറേ ഞാനിരുന്ന് ചീട്ട് കളിക്കുന്നു. നമുക്ക് തന്നെ ഇരുന്ന് ചീട്ട് കളിക്കാം. പക്ഷെ ഇതെല്ലാം നമ്മൾ തന്നെയാണ്. അതാണ് ഇതിൻ്റെ ഇല്യൂഷൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് കേട്ടോ ഇത്. നമ്മൾ മറ്റേ മൈ ഡിയർ കുട്ടിച്ചാത്തനിലൊക്കെ കണ്ടിട്ടില്ലേ ഇങ്ങനെ അതിൻ്റെ ഒരു സംഭവം ഇങ്ങനെ തലതിരിഞ്ഞുള്ള. ഇത് ശരിക്കും എന്താ സംഭവം എന്നുള്ളത് ഇവിടെ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇങ്ങനെ ഒരു റൂം അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ആ ഒരു വീഡിയോ ആൻഡ് ഫോട്ടോ എടുക്കുന്നതിലാണ് ഇതിൻ്റെ മെയിൻ സംഭവിക്കുന്നത്. ഇനി അടുത്തത് അതിൻ്റെ ചെറിയൊരു പ്രസംഗമാണ്. ഇതിൻ്റെ ഇല്യൂഷൻ നോക്കാൻ പോകണം. ഇതിന് രണ്ടിനും ഒരേ ഹൈറ്റ് അല്ല, പക്ഷേ ഈ ഒരെണ്ണം രണ്ടിനും ഷൂട്ടാവും. എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം. കണ്ടോ ഇല്യൂഷൻ. ഇനി അടുത്ത് നോക്കാം. ഇതിന്റെ രണ്ടിനും 2 നീളമല്ലേ, പക്ഷെ ഈ ഒറ്റ സാധനം രണ്ടിനും സെറ്റ് ആവും. കാണിച്ചു തരാം. Let me show you. അടുത്ത ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ചെറുതായിട്ട് നിൽക്കാല്ലേ, പക്ഷേ ഞാനിപ്പോൾ വലുതാവും. കാണിച്ചു തരാം. അതാണ് ഇതിൻ്റെ ഇല്യൂഷൻ. ആ ഇല്യൂഷൻ എങ്ങനെയാണ് വരുന്നതെന്നുള്ളതും കാണിച്ചു തരാം ലൈവായിട്ട്.
സിമ്പിൾ. ഇത് കണ്ടോ, വീണ്ടും ഇത് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ പ്രിസമ എന്ന് പറഞ്ഞാൽ, അതിനുള്ളിൽ കൂടെ നോക്കുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു. ഇനിയുള്ളത് ഫുൾ 3D ആണ് കേട്ടോ. 3D പിക്ചേഴ്സ് ആണ് ഇത്. നമുക്ക് ഒരു ആംഗിളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലാണ് കറക്റ്റ് കാണാൻ പറ്റുന്നത്. കണ്ടോ, അങ്ങനെ ഇതിൻ്റെ തന്നെ കുറേ സംഭവങ്ങളുണ്ട്. കോമഡിയാണ് കേട്ടോ. നമ്മൾ 2 ആൾക്കാരുടെ ഫേസ് ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഇത്. നല്ല രസമായിരുന്നു. അങ്ങനെ അടിപൊളിയായിട്ടുള്ള നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അവിടെ നമുക്ക് ഇങ്ങനത്തെ ടീ-ഷർട്ട്, ക്യാപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കാൻ കിട്ടും. പിന്നെ പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അൽസീഫിൽ പോയിട്ടുണ്ടല്ലോ, അറിയാമല്ലോ, ഇതൊരു സ്റ്റാർബക്സ് ആണ്. പിന്നെ അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഞാൻ ഓൾറെഡി 2 വർഷം മുന്നേ പോയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർക്ക് അല്ലെങ്കിൽ ഇവിടെ എങ്ങനെയാണെന്ന് ജസ്റ്റ് അറിയാൻ താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. ഇതൊന്നുമില്ല, ഓൾഡ് ദുബായ് ആണ്. ഓൾഡ് ദുബായ് അവർ പഴയ ആ ഒരു ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഇപ്പോഴും കൺസേർവ് ചെയ്യുന്നുണ്ട്. അത് ചിലത് ഹോട്ടൽസാണ്, ചിലത് റെസ്റ്റോറൻ്റ് ആണ്. അപ്പം അങ്ങനെ അത് അവരിപ്പോഴും സംരക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പഴയ ആ ഒരു എങ്ങനെയായിരുന്നു നമ്മുടെ ദുബായ് എന്നുള്ളതിൻ്റെ അതിൻ്റെ കൾച്ചർ, ഡ്രസ്സ്, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ പോയി കണ്ടിട്ടില്ലാത്തവർക്ക് പോയി കാണാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ്. നമുക്ക് മെട്രോയ്ക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് എത്താൻ ഒന്നുകിൽ നിങ്ങൾക്ക് ടാക്സി എടുക്കാം, അല്ലെങ്കിൽ അധികം ദൂരമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ നടന്നും വരാം. അതെങ്ങനെയാണ് അന്ന് പോയെന്നുള്ളത് ഞാൻ ആ പഴയ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ അല്ല, നിങ്ങൾ കാറിനൊക്കെ വരുന്നവർക്കാണെങ്കിൽ അവിടെ പാർക്കിംഗ് ഉണ്ട് താഴെ തന്നെ. എന്നിട്ട് നിങ്ങൾക്ക് എസ്കലേറ്ററിൽ മുകളിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.